ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ, അത് ഒന്ന് വേറെ തന്നെയാണ്. കാരണം നമ്മള് റേസിന്റെ അവിടെ ഒരു അണ്ടർ പ്രഷറല്ല, നമ്മൾ ആ ഒരു സ്റ്റാർട്ട് ഗേറ്റിലൊക്കെ നിന്നിട്ട് അത്രയും വണ്ടികൾ കൂടെ നിന്നിട്ട് ഈ എല്ലാ വണ്ടികളുടെയും സൗണ്ടും പിന്നെ സ്റ്റാർട്ട് ഗേറ്റ് താഴുമ്പോൾ ഉള്ള ഹാർട്ട് ബീറ്റും എല്ലാം ഫോക്കസ് എല്ലാം കൂടി കിട്ടുന്ന ഒരു ഫീലില്ലേ, അതൊന്നും വേറെ തന്നെ. അത് നമ്മൾ ഈ ഓട്ട മത്സരത്തിനൊക്കെ നിൽക്കുന്ന പോലെയാണ്. അതെ അതെ, അതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റൂല. ഇത് വേറെ അത് എക്സ്പീരിയൻസ് ചെയ്താലേ അതിന്റെ ഒരു ഫീൽ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നെഞ്ചിങ്ങനെ ഇടിക്കില്ലേ? നമ്മുടെ എല്ലാ വണ്ടിയുടെയും ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേട്ട് കൂടെയുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, ഇവൻ എങ്ങനെയെങ്കിലും പൊട്ടിക്കണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അടുത്ത അറ്റത്തെ ആ കോർണർ എവിടെയാണോ അവിടം വരെ ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് ഗേറ്റ് എപ്പോ താഴണോ അപ്പൊ വണ്ടി എടുത്ത് പൊക്കോളൂ. വണ്ടി എടുത്ത് പോകുമ്പോ പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്താ അന്നേരം ചിന്തിക്കുന്നത്? ഭയങ്കര സ്പീഡിൽ എങ്ങനെയാണ് അപ്പോഴത്തെ ആ നിമിഷം? ഇപ്പൊ കൊറേ വണ്ടി ഉണ്ടെന്ന് വിചാരിക്കും, അപ്പൊ എന്തായിരിക്കും മൈൻഡില്? അതെന്തായാലും നമ്മൾ ഇവിടെ ആ കോർണറിൽ എത്തണം എന്നായിരിക്കുള്ളൂ നമ്മുടെ മൈൻഡിൽ എന്തായാലും. അപ്പൊ ചിലപ്പോ നമ്മൾ ഓക്കെ ഇരിക്കാം, ചിലപ്പോ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ഒന്ന് ജസ്റ്റ് ഫെയിൽ ആയി പോയി കഴിഞ്ഞാൽ വീലി അടിച്ച് നമ്മുടെ വണ്ടിയുമ്പോ വീഴാം. ഒരുപാട് ചാൻസസ് ഉണ്ട് ക്രാഷ് ആവാനായിട്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ആ പോയിന്റ് നമ്മൾ എപ്പോഴും ആ കോർണർ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എത്തിയിരിക്കും. ആ ഗോളാണ് നമുക്ക് പ്രധാനം. അതെ അതെ.